പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ വലിയനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതര മീഡിയകളിലൂടെ, ഈ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഇന്ന് സദയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കേണ്ടതിന് കർത്താവിന്റെ ദാസി ഇന്ദിരാസി നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ഈ ലൈവിലേക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒരു വാക്ക് പറയാമോ? പ്രൈസ് ലോർഡ്. വചനദീപ്തി പ്രയർ ഫെലോഷിപ്പ് ഡെയിലി മീറ്റിംഗിൽ എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം വചനവുമായി നിൽക്കാൻ കർത്താവ് കൃപ തന്നോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ഇന്ദിര സി എന്നാണ്. ഞാൻ കൊട്ടാരക്കര വാളകം എന്ന് പറയുന്ന സ്ഥലത്താണ് നിന്നാണ് ഇപ്പോൾ നാം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കർത്താവിന്റെ ദാസിക്ക് ജീവിതത്തിൽ ഏത് വിധത്തിലാണ് ഈ കർത്താവിങ്കിലേക്ക് അടുത്തത്? തന്റെ ബാല്യകാലത്തിലെ നല്ല സ്മരണകൾ ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് കർത്താവിനെ കണ്ടെത്തിയ അനുഭവങ്ങളൊക്കെയും പറയുവാൻ അവസരമുണ്ട്. അതിന് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. എൻ്റെ സ്വദേശം ഞാനിപ്പോൾ വസിക്കുന്ന കൊട്ടാരക്കര വാളകത്ത് തന്നെയാണ്. ബാല്യകാലമൊക്കെ ഞങ്ങൾ 6 മക്കളാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ജി രാമൻപിള്ള എന്നാണ്. എൻ്റെ പിതൃപാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്തിപ്പറമ്പിൽ പിള്ള വീട്ടിൽ ജി രാമൻപിള്ള ഭാഗവതരുടെ മകളാണ് ഞാൻ. 6 മക്കളിൽ ഇളയവളായി സഹോദരങ്ങളുടെയും മാതാവിൻ്റെയും വാത്സല്യത്തോടെ പിതാവ് 6.5 വയസ്സിൽ മരണപ്പെട്ടു. അച്ഛൻ്റെ വാത്സല്യം അധികം കിട്ടുവാനായിട്ടിടയായില്ല. എങ്കിലും സഹോദരങ്ങളുടെയും മാതാവിൻ്റെയും ഒക്കെ വാത്സല്യത്തോടുകൂടി വളരുവാനും SLCക്ക് നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുവാനും ഒക്കെ ദൈവം കൃപയൊരുക്കി. അങ്ങനെ ഒരു ജോലി എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങൾ പോലെ തന്നെ അന്ന് ടൈപ്പും ഷോർട്ട് ഹാൻഡും ആയിരുന്നു വളരെ പ്രാധാന്യമായിട്ടിരുന്നത്. എൻ്റെ സഹോദരങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ചിട്ട് തന്നെയാണ് ജോലിക്ക് പ്രവേശിച്ചത്. അപ്പോൾ എന്നെയും ജോലിക്ക് കൊണ്ടുപോകാനായിട്ട് ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ ഹയറും ലോവറും ഒക്കെ പാസ്സാകുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. എന്നാൽ സാഹചര്യത്തിൻ്റെ പ്രതികൂലത്താൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സഹോദരന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിലെ ജോലി എന്നുള്ള ആ ഒരു സ്വപ്നം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ സ്വദേശത്ത് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹാലോചനയുമായിട്ട് വന്നു. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഉള്ള ഒരു താല്പര്യം എന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും കുടുംബസ്ഥരായി താമസിക്കുന്നത് കൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ച് വസ്തു കിടപ്പുണ്ടായിരുന്നു. അപ്പോഴതിന് സ്ത്രീധനമായിട്ടും സ്വർണത്തിനും പകരം ആർക്കെങ്കിലും അങ്ങനെ വരുന്ന ആർക്കെങ്കിലും കൊണ്ട് വിവാഹം നടത്തി കൊടുക്കാം എന്നുള്ളൊരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച് ഒരു ചെറുപ്പക്കാരൻ വരികയും ആ വിവാഹം നടക്കുവാനായിട്ടിടയാകുകയും ചെയ്തു. എൻ്റെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് മുതൽ വേദനയും ഒന്നാമത്തെ ദിവസം തന്നെ മർദ്ദനവും കരച്ചിലും വിളിയുമായിട്ടാണ് എൻ്റെ ആദ്യ രാത്രി എനിക്ക് കഴിക്കേണ്ടെന്ന് വന്നത്. കാരണം മുൻകോപിയായ ആയിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ അതിൻ്റെ കൂടെ ചെറിയതായിട്ടുള്ള മദ്യപാനവും ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണുനീരും പ്രയാസവുമായി മുന്നോട്ട് പോകവേ
ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വെക്കുവാൻ പ്രിയപ്പെട്ടവരൊക്കെ നിർബന്ധിച്ചു. അപ്പോഴേക്കും ഒരു കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ബാല്യത്തിൽ എൻ്റെ അച്ഛനെ നന്നായിട്ട് സ്നേഹിക്കുവാനോ അച്ഛൻ്റെ വാത്സല്യങ്ങൾ എനിക്ക് ലഭിക്കുവാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അച്ഛൻ്റെ സ്നേഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്നും, അതോടൊപ്പം തന്നെ ഭർത്താവ് മരിച്ച ഒരു വിധവ 6 മക്കളെയും കൊണ്ട് ജീവിക്കുന്നത് വളരെ അന്നത്തെ കാലത്ത് നായർ തറവാടാണ്. പുറത്ത് വരുവാൻ പോലും സ്ത്രീകൾക്ക് അവകാശമില്ല. അതിന്റെ പുറത്തൊക്കെ നിന്നുകൊണ്ടാണ് സംസാരിക്കുക പോലും ചെയ്യുന്നത്. അങ്ങനെയുള്ള എൻ്റെ അമ്മ 6 മക്കളെ ഒരു വിധവയായിരുന്നു കൊണ്ട് വളർത്തിയെടുക്കുന്ന അന്നത്തെ കാലത്ത് വസ്തുവും വകയൊക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി പരാധീനതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ വേണം, എനിക്ക് ഭർത്താവ് വേണം. അങ്ങനെ ആ മനുഷ്യന്റെ ഏത് ക്രൂരതയും സഹിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കണം എന്നുള്ള താല്പര്യത്തോടെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. പോകുന്നതിനനുസരിച്ച് പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ജോലിയൊക്കെ അല്പം നന്നാവാൻ തുടങ്ങി. കൂട്ടുകാരൊക്കെ കൂടുതൽ, ജോലിക്കാരൊക്കെ കൂടുതൽ വരുവാൻ തുടങ്ങി. അപ്പോഴത്തേനും മദ്യപാനത്തിന്റെയും അളവ് കൂടുവാനായിട്ട് തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാമല്ലോ, മദ്യം, മയക്കുമരുന്ന് എന്നിവയൊക്കെയും ഏത് നിലയിലാണ് ഓരോ കുടുംബത്തെയും നശിപ്പിക്കുന്നതെന്ന് ഇന്ന് നമ്മൾ വളരെ വാർത്തയായിട്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പ്, ഹല്ലേലൂയ സ്തോത്രം, ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യം എൻ്റെ കുടുംബത്തെയും അത് കാർന്ന് തിന്നുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വചനം വായിക്കുമ്പോൾ പറയുന്നത് പോലെ തന്നെ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു കുഞ്ഞിനെ പെറ്റമ്മ മറക്കുമോ എന്ന് വചനത്തിൽ ചോദിക്കുന്നു. എന്നാൽ അന്ന് എൻ്റെ പെറ്റമ്മ പോലും എൻ്റെ ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് എന്നെയും കുഞ്ഞുങ്ങളെയും അടിച്ചിറക്കുവാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അടുത്തത് ആദ്യത്തെ ആൺകുട്ടിയാണ്. രണ്ടാമത് ഒരു കുഞ്ഞിനെ കൂടെ ജന്മം കൊടുക്കുവാനായിട്ട്, ഒരു പെൺകുഞ്ഞിനെ കൂടെ ജന്മം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ സഹോദരങ്ങളും സ്വന്തം സഹോദരിയും ഒക്കെ വിളിച്ച് അവരുടെ ഭവനത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ അവരുടെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി എന്നെ ഉപദ്രവിക്കുകയും തലമുടി കുത്തിന് പിടിച്ച്, അത് ചെറിയ പീഡനങ്ങളൊന്നും അല്ല, ഒരു മനുഷ്യനെ സംഘസിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ പറയും, പോന്നെങ്കിൽ നീ അല്ലേ പോകത്തുള്ളൂ, ഇവിടെ ബഹളം ഉണ്ടാക്കി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അച്ഛനില്ലാത്തതാക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് ഇറങ്ങി ആ മനുഷ്യന്റെ കൂടെ ഭവനത്തിലേക്ക് വരും. അങ്ങനെ അവസാനം പീഡനം സഹിക്കുവല്ല പെറ്റമ്മ മാത്രം താമസിച്ചിരുന്ന ഭവനത്തിൽ കടന്നു ചെന്നു. അവിടെയും എൻ്റെ അമ്മ എന്നെ അവിടുന്ന് അടിച്ചിറക്കി. കാരണം ഭയം കൊണ്ടാണ്. മദ്യപിച്ച് വന്ന് അമ്മായിയമ്മയെന്നോ ഒന്നും സുബോധമില്ലാതെ ചെയ്ത് പ്രവർത്തിക്കുന്ന അവർക്കത് സഹിക്കാൻ വയ്യ. അന്നേരം അപ്പോൾ ഇതെല്ലാം സഹിക്കേണ്ടത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമാണ്. ഇതിന്റെ മധ്യത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇതിന്റെ എല്ലാം കാരണമെന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ. എന്നെ വിവാഹം ചെയ്ത് അയക്കാൻ എൻ്റെ സഹോദരങ്ങൾ മുന്നിട്ടിറങ്ങാത്തതിന്റെ പേരിൽ അവർ 45 സെന്റ് വസ്തുവാണ് എനിക്ക് സ്ത്രീധനമായും സ്വർണമായിട്ടും തന്നത്. എന്നാൽ തന്ന വസ്തുവിൽ നിന്നും തിരിച്ച് എൻ്റെ അമ്മ പറഞ്ഞു, എന്നെ 10 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും നോക്കും, അതുകൊണ്ട് അതിൽ നിന്ന് എല്ലാം നിനക്ക് തരാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് വസ്തു എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 25 സെന്റ് വസ്തു എനിക്ക് തരികയും 20 സെന്റ് വസ്തു അമ്മയ്ക്ക് ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ ദേഷ്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് നീ എന്തിന് തിരിച്ചു കൊടുത്തു? അപ്പോൾ എൻ്റെ അമ്മയുടെ വേദന എനിക്ക് സഹിക്കാൻ വയ്യ, എൻ്റെ അമ്മയുടെ കണ്ണുനീര് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ കൊണ്ടുവന്നതല്ലല്ലോ, അമ്മയുടെ ദാനമായി തന്ന അമ്മയുടെ വസ്തുവാണ്. അതെനിക്ക് തന്നപ്പോൾ അമ്മയെ നോക്കാൻ 10 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ ആരെങ്കിലും നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ സുരക്ഷിതത്വം നോക്കി എനിക്ക് തന്ന വസ്തു ഞാൻ എൻ്റെ അമ്മയ്ക്ക് തിരികെ എഴുതി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. 25 സെന്റ് വസ്തു ഞാനും എടുത്തു. ഇതാണ് എന്നെ മരണം വരെ, ജീവിതത്തിന്റെ എൻ്റെ യേശുവിനെ കണ്ട് മുട്ടുന്നടം വരെ എന്നെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന ഏക കാര്യം ഈ വസ്തു തിരിച്ചു കൊടുത്തതാണ്. അങ്ങനെ തലമണ്ടയെല്ലാം അടിച്ചു പൊട്ടിച്ചു. ഇപ്പോൾ ഞാൻ ആരോഗ്യത്തോടെ ഞാൻ ഇരിക്കുന്നത് എൻ്റെ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയതിന്റെ ഫലമായി ദൈവം തന്ന ഒരു ആയുസ്സും ഹല്ലേലൂയ ഒരു ജീവനുമാണ്. എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, എൻ്റെ തലയിൽ സ്റ്റിച്ചില്ലാത്ത ഒരു ഞരമ്പ് പോലുമില്ല.
പാരയൊക്കെ വെച്ചാണ് അടിച്ച് പൊട്ടിക്കുന്നത്. അടിച്ച് തറയിലിടും, കല്ലിനകത്തിടും. സ്തോത്രം. അങ്ങനെ മദ്യപിച്ച് മതോന്മത്തനായിട്ട് വന്നിട്ട് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാലിൽ പിടിച്ച് വലിച്ചിഴച്ചിട്ടുണ്ട്. എന്നെ ബോധം കെട്ട് വീഴുന്ന എന്നെ ആ പുരയിടത്തിലെല്ലാം വലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെന്ന് എൻ്റെ സഹോദരങ്ങൾ, മറ്റുള്ള ചുറ്റുപാടത്തുള്ളവർ പറഞ്ഞ് ഞാൻ ബോധം വീടുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായിട്ടാണ്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകത്തില്ല. അങ്ങനെ പിന്നെ മറ്റു സഹോദരങ്ങളും ഒക്കെ വിളിച്ചും പാത്തും ഒക്കെ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെ അനേക സംഭവങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ പുറത്തും ആളുകളോട് മദ്യപിച്ചിട്ട് വഴക്കിന് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു രാഷ്ട്രീയക്കാരനുണ്ട്. അത് നമുക്കറിയാമല്ലോ, മറ്റാരുമല്ല, ആർ ബാലകൃഷ്ണപിള്ള സാറായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധവും ഞങ്ങൾക്കുണ്ട്. അവരുടെ കരയോഗക്കാരിയും കൂടെ ആയിരുന്നു ഞാൻ. ഹല്ലേലൂയ. അപ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ പിൻബലം വെച്ച് കേസുകൾ 23 കേസുകൾ പുറത്തുള്ളവരെ ഉപദ്രവിച്ചിട്ടും രാഷ്ട്രീയക്കാരൻ ഞങ്ങൾ നിലനിർത്തിയത് കൊണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോലും പോകാതെ പുള്ളിക്കാരനെ രക്ഷിച്ചെടുത്തത് കൊണ്ട് അഹങ്കാരം അങ്ങ് വർദ്ധിച്ചു. അതുകൊണ്ട് എന്തു ചെയ്താലും എന്നെ രക്ഷിക്കുവാൻ രാഷ്ട്രീയമുണ്ടെന്നുള്ള ഒരു ഹുങ്ക് ആ മനുഷ്യന് വരികയും അകത്തും പുറത്തും ഉള്ളത്, അകത്ത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും, പുറത്ത് ലോക മനുഷ്യർ, സുഹൃത്തുക്കൾ, ഒരുമിച്ച് ജോലിക്ക് പോകുന്നവർ, മദ്യപിച്ച് വാക്കേറ്റം നടത്തി അവരെ ഉപദ്രവിച്ച് അവർ വാളും പരിചയമായിട്ട് ഞങ്ങളുടെ വീട് വളയും. അപ്പോൾ പുള്ളിക്കാരൻ ഒളിച്ചിട്ട് പറയും, എന്നെ കേസ് കൊടുത്ത് ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ നിന്നെ കൊല്ലും. അതുകൊണ്ട് നീ ബാലകൃഷ്ണപിള്ള കൊച്ചാട്ടന്റെ അടുത്ത് പോയി പറയണം എന്നെ കേസിൽ നിന്നും ഒഴിവാക്കാൻ. അങ്ങനെ 2 പിഞ്ച കുഞ്ഞുങ്ങളെ ഈ പീഡനങ്ങൾ സഹിക്കുന്ന ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കൈ പിടിച്ചുകൊണ്ട് ആ ഭവനത്തിൽ ചെന്ന് ഇതുപോലെ പറയും, ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുമ്പോൾ പറയും, നീ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭവനത്തിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും, നമ്മുടെ ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകവേ പീഡനങ്ങൾ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ പോകട്ടെ, സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ പലയിടത്തും പറഞ്ഞ 3.5 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട്, 1 മണിക്കൂറുണ്ട്. സാക്ഷ്യങ്ങൾ പറഞ്ഞതൊക്കെ അനേക സംഭവങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അവസാനം എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് സഹിക്കവയ്യാഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഒരു നഴ്സറി ടീച്ചറിന്റെ ഭവനത്തിലേക്ക് ഒരു ദിവസം കയറി ചെന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം എന്നെ ഇവിടെ നിർത്തുമോ? എന്നെ വേണ്ടെങ്കിൽ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ കൊല്ലാതെ ഞങ്ങളെ ഒന്ന് വിടാമോ എന്ന് ഈ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കട്ടെ. ചോദിച്ചിട്ട് തിരിച്ചു വന്നാൽ ആ ഒരു പോലീസിനെ കൊണ്ടായാലും പറയിച്ചിട്ട് വേണ്ടെങ്കിൽ എന്നെ അങ്ങ് ഒഴിഞ്ഞു കളഞ്ഞാൽ മതി, എന്നെ ഉപദ്രവിക്കുക, എനിക്കിനി സഹിക്കാൻ വയ്യ, അകത്തും പുറത്തും പീഡനങ്ങൾ സഹിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ മടുത്തു, ഇനി എനിക്ക് വയ്യ, ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ആ സഹോദരി എന്നെ അവിടെ പിടിച്ചിരുത്തി കഥകടച്ചിട്ട് എൻ്റെ സഹോദരങ്ങളുടെ അടുത്തെല്ലാം വന്ന് പറഞ്ഞു, ഇന്നലെ ചേച്ചി ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞു. അവർ വന്ന് പറഞ്ഞു അവിടെ നിൽക്കാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ 9 ദിവസം വാളകത്തുള്ള ഒരു ഭവനത്തിൽ തന്നെ എന്നെ ഒളിപ്പിച്ച് പാർപ്പിച്ചു. അതിനുശേഷം ചില 10-20 ദിവസം കൂടി വേറൊരു ഭവനത്തിൽ എന്നെ കൊണ്ട്, അങ്ങനെ 29 ദിവസം 2 ഭവനങ്ങളിലായിട്ട് എന്നെ മാറി മാറി ഒളിപ്പിച്ച് നിർത്തി. കണ്ണുനീരും പ്രയാസവും ആദ്യമായിരുന്ന എനിക്ക് അതിനെക്കാട്ടിയും കഷ്ടകാലത്തിൽ ചെന്ന് ഇടപെട്ടതുപോലെ ഇവരുടെ പിടിയിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ ഇടയാകാതെ അവർ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇനി എപ്പോഴെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടല്ലാതെ നീ പുറത്തു വരാൻ പാടില്ല എന്നുള്ള. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല, എന്നെ ഇവർ പുറത്തു വിടുന്നില്ല, നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ 29ാമത്തെ ദിവസം ഈ നഴ്സറി ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അന്നേരമാണ് അവരുടെ വീടാണ്, കലയപുരമാണ് ആ സ്ഥലം എന്നൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെ വന്നപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, നിര ചേച്ചി എൻ്റെ വീട്ടിലുണ്ടെന്ന് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെയും കൊല്ലും എന്നെയും കൊല്ലുമെന്ന് പറഞ്ഞ് മാരക ആയുധങ്ങളായിട്ട് നടക്കുവാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി പൊയ്ക്കോണമെന്ന് പറഞ്ഞു. അന്നേരം സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സ്ഥലം അറിയത്തില്ല, രാത്രിയിൽ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല, 29 ദിവസം എന്നെ ഒളിപ്പിച്ച് നിർത്തി, നാട്ടിൽ എന്താണ് നടക്കുന്ന സംഭവങ്ങളെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ ഇറക്കി വിടല്ലേ എന്ന് പറഞ്ഞപ്പോഴും എന്നെ തള്ളി പുറത്തിറക്കി അവർ കഥ കടയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനിവിടെ വിറകുപുരയിൽ നേരം വെളുക്കുവോളെ കാത്തിരുന്നിട്ട് പിറ്റേന്ന് അവിടുന്ന് നടന്ന് കൊട്ടാരക്കര വന്നപ്പോൾ വാളകത്തുനിന്നും ഈ രാഷ്ട്രീയക്കാരൻ കൊട്ടാരക്കര വീട് വെച്ച് താമസിക്കുവാനൊക്കെ ഇടയായി തീർന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നടന്ന് കൊട്ടാരക്കര തൻ്റെ പിന്നെ സാറിന്റെ വസതിയിൽ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു.
അപ്പോൾ പറഞ്ഞു, എടി പെണ്ണെ, നിന്നെ കൊന്നിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാമായിരുന്നു, നീ എവിടോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ ചേട്ടാ, എന്നെ കൊന്നെന്നോ? ആരാ? അപ്പോൾ പറഞ്ഞു, എടി നിന്നെ കൊന്നെന്നും പറഞ്ഞ് നിന്റെ ചേച്ചി അമ്പലത്തിലെ അല്ല പിന്നെ കരയോഗത്തിലെ സഹോദരിമാരെയും പിന്നെ നാട്ടുകാരുടെ മാസ് പെറ്റീഷനും നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുടെ ഒപ്പും എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കേസ് കൊടുക്കണം, ഇന്ദിരയുടെ ഭർത്താവിനെ ഘാതകനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ 3 ദിവസം സമരം ചെയ്യുവാണെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നീ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ എന്നെ ഒളിപ്പിച്ച് നിർത്തിയവരെ ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പെരുമ്പഴയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പെരുമ്പഴക്കാരനായിരുന്നു എൻ്റെ അച്ഛൻ. ഞങ്ങൾ വാളാത്ത് വന്ന് വസ്തു മേടിച്ച് താമസിക്കുന്ന ഒരു കുടുംബമാണ്. 10-11 ഏക്കർ മേടിച്ച് പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മാവന്മാരും അങ്ങനെ കുഞ്ഞമ്മമാരുമായിട്ട് തലമുറയായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് പാർക്കുന്നു. അതുകൊണ്ട് പെരുമ്പഴ കുടുംബം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അവസാനം പറഞ്ഞു, നിന്റെ ചേച്ചിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, അമ്മയെ കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്, എൻ്റെ ഘാതകനെ പിടിക്കണം, എന്നെ തല്ലി കൊന്ന് തലമുടിക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി സ്വവസതിയിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ഇതാണ് പെറ്റീഷൻ. അവസാനം ഞാൻ ചോദിച്ചു, അയ്യോ, ജീവനോടെ ഞാൻ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തിനിവരിങ്ങനെ ചെയ്തു? അപ്പോൾ ഇനി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, പോലീസ് നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ ഭർത്താവ് മാരകായുധങ്ങളുമായിട്ട് നിന്നെ തിരക്കി നടക്കുന്നു, ഇവരുടെ 2 പേരുടെയും അടുത്ത് പോയി പെടരുത് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവിടുന്ന് നടന്ന്, കയ്യിൽ 5 പൈസയില്ല, അവിടുന്ന് നടന്ന് വാളകത്ത് എൻ്റെ ചേച്ചിയുടെ ഭവനത്തിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ചേച്ചിക്ക് ഒരു അമ്പലമുണ്ട്, ഒരു മകനുണ്ട്, ഭർത്താവുണ്ട്. അങ്ങനെ പേടിച്ച് വരണ്ടും വെള്ളം കുടിക്കാൻ ദാഹം ഭയന്ന് വിറച്ച് ഞാൻ ആ ഭവനത്തിൽ വന്ന് കയറിയപ്പോൾ മകൻ വെള്ളം കോരിക്കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, കുഞ്ഞമ്മയ്ക്ക് അല്പം വെള്ളം താടാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, വെള്ളം തന്നില്ല. ആ തൊട്ടി മേലോട്ട് എടുക്കാതെ ആ വെള്ളത്തിൽ തന്നെ ഇടിച്ചു, അങ്ങനെ ഇട്ടുകൊണ്ട് അവൻ കളിച്ചുകൊണ്ടിരുന്നു. അവസാനം ചേച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ചേച്ചി, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനു കേസ് കൊടുത്തു? അതുകൊണ്ട് കേസ് കൊടുത്തെങ്കിൽ അമ്മയെ കൊണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കെന്ന് പറഞ്ഞു, സൗകര്യമില്ല, പിന്നെ അവനെ ഒരു പാഠം പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു. ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും അങ്ങനെ തന്നെ പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം ചോദിച്ചിട്ട് പോലും എനിക്ക് തരാതെ എൻ്റെ ആ ഭവനത്തിൽ നിന്നും എന്നെ ഇറക്കി വിടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാലിലെ മണ്ണ് പോലും, നിങ്ങളുടെ വസ്തുവിലെ മണ്ണ് പോലും ഞാൻ ഇവിടെ തട്ടിയിട്ടിട്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മ താമസിക്കുന്നിടത്ത് ചെന്നു. അപ്പോൾ പറഞ്ഞു, അമ്മയല്ലേ കേസ് കൊടുത്തത്, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കുക, പോലീസ് എന്നെ തിരക്കി നടക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊല്ലാൻ നടക്കുന്നു, അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ കിട്ടിയെന്ന് പറഞ്ഞ്, എന്നെ കിട്ടി എന്നുള്ള ഒരു റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ അവൻ ഇവിടെ കയറി കൊല്ലും, എൻ്റെ സഹോദരങ്ങളും മറ്റുള്ളവർ എന്നെ ഉപേക്ഷിക്കും, അതുകൊണ്ട് ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് കഥ പടച്ച് കുറ്റിയിട്ടിട്ട് അമ്മ സ്ഥലം വിട്ടു. അങ്ങനെ അടുത്തുള്ള ഒരമ്മ, ഒരു പോറ്റമ്മ, അതായത് ഒരു സഹോദരി, എൻ്റെ 1 മുതൽ 10 വരെ പഠിച്ച ഒരു കൂട്ടുകാരിയുടെ അമ്മ തൊട്ടടുത്തുണ്ടായിരുന്നു. അമ്മയും അനുജത്തിയും പറഞ്ഞു, നിനക്ക് ആരുമില്ലെങ്കിൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഒരു പോറ്റമ്മയും എൻ്റെ ഒരു സഹോദരിയും 6 ദിവസം ആ ഭവനത്തിൽ വിളിച്ചിരുത്തി എന്നെ സംരക്ഷിച്ചു. അങ്ങനെ പോയാൽ പറ്റത്തില്ലോ എന്ന് കരുതി ഒരു പോലീസുകാരൻ റോഡിൽ കൂടെ പോയപ്പോൾ ഞാൻ ഓടിച്ചെന്നു ഇങ്ങനെ സംസാരിച്ചു. ചുരുക്കത്തിൽ പറയട്ടെ, അങ്ങനെ അവസാനം വേറൊരു രാഷ്ട്രീയക്കാരനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അയാൾ മുഖാന്തരം പറഞ്ഞു, അമ്മ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്നെ ഹാജരാക്കില്ലെങ്കിൽ അമ്മയെ പോലീസ് പിടിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ഭയത്തിൽ വരാമെന്ന് ഏറ്റു. അങ്ങനെ എൻ്റെ ഭർത്താവ് ബന്ധമൊഴിഞ്ഞ് തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, നിന്നെ കുഞ്ഞുങ്ങളെ ഞാനല്ലാതെ മറ്റാരും സംരക്ഷിക്കാനില്ല, അതുകൊണ്ട് നിന്നെ ബന്ധമൊന്നും ഒഴിഞ്ഞ് കളയത്തില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയക്കാരൻ്റെ കൂടെ സമ്മതത്തോടെ ഞങ്ങൾ പുയ്യപ്പള്ളി എന്ന് പറയും, കൊട്ടാരക്കര പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വന്ന അമ്മയ്ക്ക് കാണാതെ പോയ മോളെ തിരിച്ചു കിട്ടിയെന്നും ഭർത്താവ് ഏറ്റെടുക്കുന്നുവെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചു. അപ്പോൾ കേസ് കോടതിയിലേക്ക് പോയി. 29 ദിവസം കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര കോടതിയിലേക്ക് വന്നു. കോടതിയിലും വന്ന് പറഞ്ഞു, ഇതുപോലെ അമ്മയ്ക്ക് പരാതി തീർന്നു, മോളെ കണ്ടുകിട്ടി, അമ്മയ്ക്ക് കൊണ്ടുപോകാൻ സാമ്പത്തികമില്ല, ആരും നോക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഭർത്താവ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഭർത്താവ് കൊണ്ടുപോകുന്നെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് വന്നു. എൻ്റെ പൊന്ന് കർത്താവിന്റെ ദാസി, കേട്ടിരിക്കുന്ന പ്രേക്ഷകരെ ഞാൻ പറയട്ടെ, അതുവരെയുള്ള പീഡനങ്ങളൊന്നും പീഡനങ്ങളല്ലായിരുന്നു. ഈ പ്രതിബദ്ധതകൾ, ഒരു കൊലക്കുറ്റത്തിന് ഭർത്താവിന്റെ പേർക്ക് കേസ് കൊടുത്ത് എൻ്റെ ബന്ധുക്കളോട് ചേർന്ന് നിന്ന് കേസ് കൊടുത്ത ദുഷ്ടയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടായിരുന്നു പീഡനത്തിന്റെ പരമ്പരയുടെ ഘോഷയാത്ര.
ഹല്ലേലൂയ. ഒരു ദിവസം പോലും കിടന്നുറങ്ങുവാൻ, കാരണം വർഷങ്ങളായി എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ കിടത്തിറക്കി ഒന്ന് ഉറക്കിയിട്ട് കാട്ടിലും അടിയും ഇടിയും ഈ കമ്പിപ്പാര വെച്ചുള്ള അടിയും രക്തം ഒലിച്ച് വാർന്ന് ഞങ്ങളെ അവിടെ നിൽക്കാൻ ഇറങ്ങി ഓടുന്ന ഞങ്ങളെ കല്ല് പറക്കി എറിയും. അവിടെ വാഴയുടെ ചുവട്ടിലും ചേമ്പിന്റെ ചുവട്ടിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചിരുത്തി നേരം വെളുപ്പിക്കുന്ന ഒരു വർഷങ്ങളായിരുന്നു, അനേക വർഷങ്ങൾ. അങ്ങനെ മുന്നോട്ട് പോയി ഒരു നിമിഷം പോലും ഞങ്ങൾ വിറയിൽ തുടങ്ങി. കുഞ്ഞുങ്ങൾ അതിനെക്കാട്ട് സന്ധ്യയാകുമ്പോൾ എൻ്റെ തുണിയെ പിടിച്ചുകൊണ്ട് അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് വിറയ്ക്കുക. ഞാനും അതിനെക്കാട്ടും വിറയ്ക്കുക. അങ്ങനെ ആരോടുമില്ല, ബന്ധുക്കളില്ല, ചർച്ചക്കാരില്ല, മിണ്ടുവാൻ ആരുമില്ല. എല്ലാ തരത്തിലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും 2 കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഏത് സമയം ഇന്ദിര ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. ഒന്ന് ആ മനുഷ്യൻ എന്നെ കൊല്ലട്ടെ, അല്ലെങ്കിൽ ദൈവം എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്ന എനിക്ക് പിന്നീടുള്ള ജീവിതത്തിന്റെ സാഹചര്യം വന്നപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നു. നാളുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് ചിന്തിക്കുകയാ, ഇനി ഒരു ചുവട് പോലും എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലണം, എനിക്ക് മരിക്കണം. ഇതാണ് എൻ്റെ ചിന്ത. ഞാൻ പറയട്ടെ, ഭാഗവതരായിരുന്ന ഒരു അച്ഛൻ്റെ മകളായിരുന്നു കൊണ്ട് രാമായണം, ഭാഗവതം ഇതൊക്കെ പഠിപ്പിക്കും, പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഇരുന്ന് പാടുകയും രാമായണം ഭാഗവതം വായിക്കും. വളരെ ഭക്തിയോടെ വളർന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം. ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരെ ഭക്തരാണ്. ഞാനും അങ്ങനെ തന്നെ വളർന്നു വന്നു. നേർച്ചകളും കാഴ്ചകളും കൊടുത്തു, രാഷ്ട്രീയക്കാരെ കണ്ടു, ബന്ധുക്കളെ കണ്ടു, കേസ് കൊടുപ്പിച്ചു, കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സാഹചര്യമായപ്പോഴും ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു രാഷ്ട്രീയത്തിനും, ഒരു ബന്ധുബലത്തിനും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ള തെളിവ് എനിക്ക് കിട്ടിയപ്പോൾ ഇനി ഒരു സാഹചര്യം കൂടെ മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കില്ല. എന്നെ ഏത് മനുഷ്യനും ഏത് നിമിഷവും എൻ്റെ ഭർത്താവ് കൊല്ലും. എൻ്റെ 2 കുഞ്ഞുങ്ങളും തെണ്ടികളായി ഈ ദേശത്തോടെ നടക്കും, അല്ലെങ്കിൽ ആ മനുഷ്യൻ കാലെ പിടിച്ച് തറയിലടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലും. അതോർക്കുമ്പോൾ ഞാനൊരു ഭ്രാന്താവസ്ഥയിലായി. അങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ഹൃദയം നിറഞ്ഞു കവിഞ്ഞതുമായി പ്രസ്താവിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്ക പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങളെ ഞാൻ കൊല്ലും എന്നുള്ള ഈ 3 പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ 9 വയസ്സുള്ള എൻ്റെ മകൻ പ്രമോദ് കുമാർ എന്നെ വിട്ട് ഓടിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മച്ചി എന്നെ കൊല്ലല്ലേ എന്ന്. 6 വയസ്സുള്ള മകൾ പറഞ്ഞു, അമ്മേ, ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് നമുക്ക് ചത്താൽ മതി. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, 6 വയസ്സ് 9 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? ജീവിതം എന്തെന്നറിയാം? മരണം എന്തെന്നറിയാം? അവർക്ക് പീഡനം മാത്രം കണ്ടതുകൊണ്ട് 9 വയസ്സുള്ള കുഞ്ഞ് പറഞ്ഞു, അമ്മച്ചി എന്നെ കൊല്ലല്ലേ. 6 വയസ്സുള്ള പൈതൽ പറഞ്ഞു, അമ്മ, ഈ അച്ഛന്റെ കൂടെ ഇനി നമുക്ക് ജീവിക്കണ്ട, നമുക്ക് ചാകാമെന്ന് പറഞ്ഞു. എന്നാൽ ഓടിപ്പോയ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മാർവോട് കിടത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഈ കരങ്ങൾ കൊണ്ട് നിങ്ങളെ കൊല്ലുവാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷെ അമ്മയ്ക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാ. എന്നിട്ട് മാറത്തൊരു അടി ഒടിച്ചിട്ട് ചോദിച്ചു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവങ്ങൾക്ക് പോലും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലേ? മനുഷ്യന് കഴിയത്തില്ല, ബന്ധുക്കൾക്ക് കഴിയത്തില്ല, ചർച്ചക്കാർക്ക് കഴിയുന്നില്ല, പോലീസിന് കഴിയുന്നില്ല, രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല, ഓരോ മനുഷ്യർക്കും എൻ്റെ ഭർത്താവിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനോ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പീഡനത്തിൽ നിന്ന് വിടുവിക്കുവാനോ സാധിക്കാത്ത ഈ സമയത്ത് ഒരു ദൈവങ്ങൾ പോലുമില്ലേ? ഒരു ദൈവത്തിനും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലേ? ഈ ചോദ്യം ഞാൻ ചോദിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കുറിവാക്യം പറയട്ടെ. 66 സങ്കീർത്തനം 16 വാക്യം വായിക്കുമ്പോൾ പറയുന്ന, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ഇനിയാണ് എൻ്റെ പ്രാണന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാണന് വേണ്ടി എൻ്റെ ദൈവം മുൻനിർണയിച്ചിരുന്നത് ഇനി ഞാൻ വിവരിക്കാം. 116 സങ്കീർത്തനം എൻ്റെ സാക്ഷ്യമാ. മരണമാ ഞാൻ യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. മരണവാചങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എളിമപ്പെട്ടു. കൃപയുള്ള ദൈവം എന്റെ രക്ഷകനായി
ഓടി അടുത്തു. ഞാനിങ്ങനെ ഒരു ദൈവത്തിനും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ഞാൻ പറയട്ടെ, അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു ഭക്തന്റെ മകളാണ് ഞാൻ. അപ്പോൾ ഒരു ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ കഴിയില്ലേ? ആത്മഹത്യയിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് കൊല്ലാൻ കഴിയത്തില്ല, പക്ഷെ ജീവിക്കാനും കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കണം, ഒരു പാട്ടിന്റെ ഈരടികൾ കേൾക്കുകയാണ്. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, അൻപഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു എന്നുള്ള പാട്ടിന്റെ ഈരടികൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. കണ്ണീരണിഞ്ഞവരേ വാ, മണ്ണിന്റെ മക്കളെ വാ, ഹല്ലേലൂയ. കൺമഷമാകവേ നീക്കി കണ്ണുനീരൊപ്പിടാം ഞാൻ. യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു, അൻപേഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും എന്നെ വിളിച്ച യേശു കഴിഞ്ഞ 34 വർഷങ്ങൾക്ക് മുമ്പേ 2 കുഞ്ഞുങ്ങളുമായി ആത്മഹത്യക്ക് ഇരുന്ന എന്നെ ഒരു പാട്ടിന്റെ ഈരടിയിലൂടെ വിളിച്ചു. ഇന്ദിരേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ, നിന്നെ രക്ഷിപ്പാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ യേശു ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു മാനവകുലത്തെ. ഭാരങ്ങളും വേദനകളും ആത്മഹത്യ പ്രവണതകളും കടബാധ്യതകളും കുടുംബകലഹങ്ങളും മക്കളുടെ ഹല്ലേലൂയ മദ്യപാനവും, ആമേൻ, ഭർത്താക്കന്മാരുടെ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗങ്ങളും ലോകമോഹങ്ങളും ദുർനടപ്പും കൊണ്ട് തകർന്ന കുടുംബങ്ങളെ ഇന്നും യേശു വിളിക്കുന്നു. വ്യക്തികളെ യേശു വിളിക്കുന്നു. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള വചനം ആ പ്രിയപ്പെട്ടവരിൽ നിന്ന് എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏതോ ഉപദേശിമാരാണെന്ന് ഞങ്ങൾക്കറിയാം, അതിനു മുമ്പ് ഞാനൊട്ട് കേട്ടിട്ടുമില്ല. ഇപ്പോൾ ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ, ഓപ്പൺ എയർ മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ പരസ്യ യോഗമാണ്. യേശു ക്രിസ്തുവിനെ കവലകളിൽ സാക്ഷീകരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സന്ദേശവും മാറ്റമില്ലാത്ത വചന പ്രഘോഷങ്ങളും നടത്തി ദൈവവചനത്തിലൂടെ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക സന്ദേശം പ്രഘോഷിക്കുന്ന ഒരു സാധു സ്ത്രീയാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പഠിപ്പിച്ച എന്നോട് ആ പ്രിയപ്പെട്ടവർ മൈക്കിലൂടെ സംസാരിക്കുന്നു. യേശു ക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് താണ്ടിറങ്ങി വന്ന ദൈവപുത്രനാണ്, സത്യദൈവവും നിത്യജീവനുമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 4:12 എന്നാണ് ഇപ്പോൾ എനിക്കറിയാം. അന്ന് എനിക്കറിയില്ലായിരുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമാണ്. ആ പ്രിയപ്പെട്ടവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ പൂ കൊടുക്കണ്ട, പുഷ്പം കൊടുക്കണ്ട, ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കണ്ട, വാഹനമേറണ്ട, സാമ്പത്തികം ചിലവിടണ്ട, ഒന്നും വേണ്ട. യേശുവേ, ഞാൻ സ്തോത്രം, എന്റെ അവസ്ഥ ഇതാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നിന്റെ സൃഷ്ടാവും നിന്റെ പരിപാലകരുമായ യേശു നിന്റെ അടുക്കൽ വന്ന് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നെ മാർവോട് ചേർത്തടയ്ക്കുന്ന ഒരു നല്ല ദൈവമാണ് യേശു ക്രിസ്തു എന്ന് ആ പ്രിയപ്പെട്ടവർ പറയുവാനായിട്ടിടയായി തീർന്നു. ഞാനിതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു, അതെ, ഇവർ പറയുന്നത് അത് യേശു ക്രിസ്തു എനിക്കും കൂടിയാണ് വന്നതെന്ന് പറയുന്നു. അത് മാത്രമല്ല, മറ്റൊരുത്തരും രക്ഷയില്ല, സത്യമല്ലേ എന്ന് ഞാൻ എന്റെ ഹൃദയത്തോട് ചോദിച്ചു. ഞാൻ എവിടെയെല്ലാം രക്ഷയ്ക്കായി ഓടി, എന്നിട്ട് എവിടെങ്കിലും എനിക്കൊരു രക്ഷ കിട്ടിയോ? എല്ലാവരും കൂടി എന്നെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയിലേക്കല്ലേ. എന്നെ മാത്രമല്ല, 2 പിഞ്ചോമന കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ ആത്മഹത്യയിലൂടെ ശ്രമിച്ചില്ലേ? അപ്പോൾ ഇവർ പറയുന്നതിൽ എന്തോ സത്യമുണ്ട് എന്നെനിക്ക് ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു.
പിന്നെ ആ പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറഞ്ഞു, മരണം കൊണ്ട് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നവർ, മദ്യപാനികൾ, അങ്ങനെ അനേക കാലയിൽ സ്തോത്രം ആമേൻ പല വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മരണത്തെ കൊണ്ട് ഇവിടെ മരണാനന്തരമായ ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറയുവാനായിട്ട് ഇടയായിപ്പോൾ ചില പുതിയ അറിവുകൾ എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ പറയുന്ന ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാ നാരായണ ജയ എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ആമേൻ അവനവന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് രണ്ടാമതൊരു ജനനമുണ്ടെങ്കിൽ ഈ ഈ ഈ മനുഷ്യജന്മം കഷ്ടതയും പ്രയാസവും നിന്ദയും രോഗവും നിറഞ്ഞതാണെങ്കിൽ ഇനിയൊരു ജനനോ മരണോ ഇനി വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവർ വിളിച്ചു പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരത്തില്ല, രണ്ട് റൂട്ടേ ഉള്ളൂ, ഒന്ന് സ്വർഗവും ഒന്ന് നരകവും. അല്ലെങ്കിൽ യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവായി ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ നമ്മൾ പിതാവിന്റെ അടുക്കൽ നിന്നാണ് വന്ന ദൈവമിട്ട ശ്വാസമാണ് നമ്മുടെ മൂക്കിൽ ഊതിയിരിക്കുന്നത്. ആ ശ്വാസം തിരിമടങ്ങി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മടങ്ങി ചെന്ന് ദൈവസന്നിധിയിൽ എത്തും. അപ്പോൾ രണ്ടിടമാണുള്ളത്, ഒന്ന് നരകം, ഒന്ന് സ്വർഗം എന്ന പ്രിയപ്പെട്ടവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. നരകം എന്ന് പറയുന്നത് സാത്താനും ദുഷ്ടനും അവർക്കുള്ള ഓഹരിയാണ്, അതിലേക്ക് പോകാൻ നിത്യദണ്ഡന പൊയ്യാണ് എന്ന് പറയുവാനായിട്ട്, കടാത്ത തീയും ചാകാത്ത പുഴുകുമാണ് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ലോകമാണ്, നിത്യാനന്ദമാണ് അവിടെ ലഭിക്കുന്നത്. ദൈവം തന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ദൈവത്തോട് ആരാധിക്കുന്ന കഴിഞ്ഞ കാലങ്ങളാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് കിട്ടുന്നതെന്ന് ആ പ്രിയപ്പെട്ടവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ശ്രദ്ധയോടെ ഈ പുതിയ അറിവുകളെല്ലാം ഞാൻ ഹല്ലേലൂയ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ റോമാലേഖനത്തിൽ പറയുന്നു, 10-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്നുള്ള ആ വചനപ്രകാരം ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നപ്പോൾ അവർ പിന്നെയും പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അതായത് ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് ഇന്ന് ഈ പ്രദേശവാസികളെ ദൈവം വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ ഇങ്ങനെ മദ്യപാനത്തിലോ മയക്കുമരുന്നിന്റെ അടിമയിലോ ആത്മഹത്യാ പ്രവണതയിലോ കടബാധ്യതകളിലോ രോഗാതുരായിട്ട് രോഗസൗഖ്യമില്ലാതെയോ ആരെങ്കിലും ഈ പ്രദേശത്തുണ്ടെങ്കിൽ അവർക്ക് ഈ ഞങ്ങൾ പറഞ്ഞിട്ട് പോയ ദൈവവചനം അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ടവർ പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പോയി അവരെ ഞാൻ കണ്ടില്ല, അവർ എന്നെ കണ്ടില്ല. പക്ഷെ കേട്ട ശബ്ദത്തോട് ഞാൻ നടന്ന് വിരുന്ന് ചോദിക്കുവാൻ തുടങ്ങി. ഇന്നലെ വരെയും ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്ന ഈ യേശു ക്രിസ്തു എനിക്കും കൂടി മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി വീണ്ടെടുപ്പിന് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഒരു കന്യകയുടെ ഉദരത്തിൽ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. യേശുവിന്റെ ജനനത്തിൽ തന്നെ അല്ലേ ദൂതൻ പറഞ്ഞു, കന്യകയെ നിന്റെ ഉദരത്തിൽ പിറക്കുന്ന ഈ കുഞ്ഞിനെ യേശു എന്ന പേര്, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിപ്പുണ്ടവർ യേശു എന്ന പേർ വിളിക്കണം. യേശുവിന്റെ അർത്ഥം രക്ഷകൻ എന്നാണെന്ന് അവർ പറയുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ യേശുവിനോട് ആ വചനത്തോട് ഞാൻ കേട്ട ശബ്ദത്തോട് പ്രതികരിച്ചു. ഇവർ പറഞ്ഞ യേശു ക്രിസ്തു എനിക്കും കൂടിയാണ് വന്നതെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെങ്കിൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സകലത സാധ്യമാണ്. ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണെന്ന് ആ പ്രിയപ്പെട്ടവർ വിളിച്ചു പറയാൻ ഇടയായെങ്കിൽ ഈ ശക്തിമാനായ ദൈവം എന്റെ ജീവിതത്തോട് ഇടപെടാൻ പറഞ്ഞു. ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഇവർ വിളിച്ചു പറയുന്നത് പോലെ നിന്റെ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, യേശു ക്രിസ്തു ലോക രക്ഷകനാണ്, മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ മനുഷ്യയിടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു തന്നെയാണെന്ന്, യേശു തന്നെ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തെ പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല എന്ന് ഞാനും വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. പ്രിയ കർത്താവിന്റെ ദാസി, ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയട്ടെ, എന്റെ യേശു രക്തം കൊണ്ട് എന്റെ ആ തീരുമാനത്തെ മുദ്രയിടപ്പെട്ടത് കൊണ്ടാണ് ഈ 2025 ഏപ്രിൽ 3-ാം തീയതി ജീവനോടെ ഇരുന്ന് എന്റെ യേശു ജീവിക്കുന്നത്
ജീസസ് ഈസ് അലൈവ്. ഹല്ലേലൂയ. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുവാനായിട്ട് ഇടയായി തീർന്നേ. പറയട്ടെ, എൻ്റെ കുടുംബത്തിൽ നാളുകളായി, വർഷങ്ങളായി എനിക്ക് വേറെ ഒന്നും വേണ്ട. ആഹാരമില്ലാത്തതിന്റെ കുറവില്ല, വസ്ത്രമില്ലാത്തതിന്റെ കുറവില്ല, കയറി കിടക്കാണമില്ലാത്തതിന്റെ കുറവില്ല, ഒന്നിന്റെ ബന്ധുക്കളുടെ കുറവില്ല, രാഷ്ട്രീയത്തിന്റെ കുറവില്ല, ഒന്നുമില്ല. പക്ഷേ സമാധാനം എന്ന് പറയുന്നതോ, സന്തോഷം എന്ന് പറയുന്നതോ, ഒരു നേരത്തെ ഉറക്കത്തിലാണ് വർഷങ്ങൾ കൊണ്ട് ഞാൻ യാചിച്ചത്. എന്റെ കുഞ്ഞുങ്ങളെ കാട്ടിലും മലയിലും കിടത്താതെ ഭവനത്തിൽ കിടത്തി ഒരു തുണിയിട്ട് പുതപ്പിച്ച് എന്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചെടുക്കുന്ന കിടക്കണം. ഞാൻ വെച്ച് വെക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കണം. എല്ലാം എടുത്തെറിയും, ചാരം വാരിയിടും, തുണി വാരിയിട്ട് കത്തിക്കും. അങ്ങനെ പൈശാചിക വിളയാട്ടമായിരുന്നു വർഷങ്ങൾ കൊണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ദൈവം ഇടപെട്ടു. എന്റെ ജീവിതത്തിൽ വർഷങ്ങളായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധിയിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം, എന്റെ ദൈവം ചില ആഴ്ചകൾക്കകം എന്നെ വിടുവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അത് പെട്ടെന്ന് പറഞ്ഞു തീർന്നാൽ പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെയും തന്റെ ഭർത്താവിൽ നിന്നും മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. പുള്ളിക്കാരൻ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ആങ്ങളെ സഹോദരൻ ഇടപെട്ടു. അങ്ങനെ ഞങ്ങളെ ബീഹാറിലേക്ക് കൊണ്ടുപോയി. ആ സമയത്തെ ഒരു ഡീഅഡിക്ഷൻ സെന്റർ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി പെയിന്റിങ്ങും ബോർഡ് എടുത്തും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പൈസ മേടിച്ചു മദ്യപിക്കും, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങളെ അവിടുന്ന് മാറ്റിയ സമയത്ത് ഈ മനുഷ്യൻ കുടിച്ച് മതോമത്തനായി ആ ഡീഅഡിക്ഷൻ സെന്ററിൽ കയറി ചെല്ലുവാനായിട്ട് ഇടയായിത്തു. അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും, അല്ലെങ്കിൽ പറഞ്ഞു എൻ്റെ ഇന്ദ്രിയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും തിരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ആരാ എന്തോ അതൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ വിളിച്ചിരുത്തി. അവർ ശാന്തമായിട്ട് മദ്യപിച്ച് മതോന്മത്തരായിരുന്നുവെങ്കിലും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സത്യമായി പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നും ഭാര്യയുടെ നിന്ന് കയ്യിൽ നിന്നും എന്തെങ്കിലും ദോഷമുണ്ടായിട്ടാണോ? ഇല്ല. അപ്പോൾ ഞങ്ങളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എൻ്റെ ഭാര്യയെ കുഞ്ഞുങ്ങളെ നിൽക്കും. പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ നിങ്ങളുടെ മദ്യപാനമാണ് പ്രശ്നമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ കൗൺസിലിങ്ങിന് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ കൗൺസിലിംഗ് വരികയും ഹാലി വരാമെന്ന് മദ്യപാനം നിർത്താമെന്ന് സമ്മതിക്കുകയും ബീഹാറിൽ എൻ്റെ സഹോദരങ്ങൾ കൊണ്ടുപോയിരുന്നു. മൂത്ത മോനെ മൂത്ത ആകളയുടെ അടുത്ത് നിർത്തി, വാളകത്ത് തന്നെ നിർത്തി പഠിപ്പിക്കുന്നു. എൻ്റെ ഇളയ കുഞ്ഞിന് 7 വയസ്സേ ഉള്ളൂ. ഞങ്ങളെ ബീഹാറിലേക്ക് കൊണ്ടുപോയി. അവിടെ ഇരുന്നപ്പോൾ ദൈവത്തെ ഞാൻ ചോദിച്ചു, കർത്താവേ, നിന്നെ വിശ്വസിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബം ചിതറിയതാണല്ലോ, ഇതാണോ യേശു വിശ്വസിച്ചപ്പോൾ ദൈവം ആദ്യമേ എന്നോട് പറഞ്ഞു, 68 സങ്കീർത്തനം വായിക്കുമ്പോൾ 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് പറയുന്നു, അല്ലെ, നാൾതോറും ഹല്ലേലൂയ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കാണ് ദൈവം നൽകിയിരിക്കുന്നത് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ കൗൺസിലിംഗ് സെന്ററുകാര് എന്റെ സഹോദരികൾ കാലത്ത് ഫോണും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലല്ലോ. അത് ടെലിഗ്രാം അടിക്കുക, എഴുത്ത് ലെറ്റർ അയക്കുക, ഇതൊക്കെയാണ് അന്നത്തെ. അങ്ങനെ ലെറ്റർ അയച്ചു ചോദിച്ചു, നിങ്ങളുടെ സഹോദരി ഭർത്താവ് മദ്യപാനം നിർത്തുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മദ്യപാനം നിർത്തിയാൽ ആ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയും ഭാര്യയെയും നിങ്ങളുടെ സഹോദരിയെയും ഭർത്താവിനോടൊപ്പം വിടുവാൻ നിങ്ങൾ സന്നദ്ധരാരോട് ചോദിച്ചപ്പോൾ എന്റെ സഹോദരൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു, അവളൊരു വിധവയായി ജീവിക്കുന്നതോ, ഭർത്താവില്ലാതെ ജീവിക്കുന്നതോ, കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതെ ജീവിക്കുന്നതോ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ അവൾ ഏത് സമയത്തും അവളെ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഇത് ചെയ്തത്. എന്റെ സഹോദരിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് അവൾക്കൊരു ജീവിതത്തിന് കൈത്താങ്ങായി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയപ്പെട്ട എന്റെ ദൈവമക്കളെ പറയട്ടെ, സെന്ററുകാർ ഇടപെട്ടു, ഡീഅഡിക്ഷൻ സെന്ററുകാർ ഇടപെട്ടു. കുടുംബ കോടതിയിൽ ഇരുന്ന ഒരു സ്തോത്രം, ഒരു കൗൺസിലറാണ്, ഇബ്രാഹിംകുട്ടി സാർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കൗൺസിലിംഗ് തരികയും മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ജീവിതത്തെ സ്വസ്ഥമാക്കി പുതിയ ഒരു ജീവിതം തുടങ്ങുവാൻ 1991 ഹല്ലേലൂയ സ്തോത്രം, എന്റെ യേശുവിലുള്ള വിശ്വാസത്തോടെ ഞാൻ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ, ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥന, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം. ഹനനയാഗം ഞാൻ ചോദിക്കുന്നില്ല, ഹോമയാഗത്തിൽ എനിക്ക് പ്രസാദവുമില്ല. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ എന്ന് വചനം പറയുന്നത് പോലെ തന്നെ എന്റെ ദൈവത്തിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അതാണ് മുമ്പേ നമ്മൾ പാടിയത്, അല്ലെ സ്തോത്രം, അധ്വാനിക്കുന്നതിന് ഹല്ലേലൂയ സ്തോത്രം, കണ്ണീരണിഞ്ഞവരെ വാ, മണ്ണിന്റെ മക്കളെ വാ എന്ന് ദൈവം
ഇന്നും മനുഷ്യകുലത്തെ നോക്കി വിളിക്കുന്നു. എൻ്റെ യേശുവിന്റെ അടുക്കൽ വന്നു എൻ്റെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അന്ന് റേഡിയോയിൽ KP യോഹന്നാൻ സാറിന്റെ ആത്മയാത്ര പ്രക്ഷേപണം ഉണ്ട്. ഒരു റേഡിയോ വാങ്ങി, എല്ലാം നഷ്ടപ്പെട്ടു. കഞ്ഞി വെക്കുന്ന ഒരു കലം പോലുമില്ല, ഇരിക്കാൻ ഒരു കുരണ്ടി പോലുമില്ല. പിന്നെ ഒരു കുഞ്ഞു കലമൊക്കെ ആയിട്ടാണ് പുതിയ ജീവിതത്തിൽ എൻ്റെ ആങ്ങളമാർ 2 മുറിക്ക് ഒരു വീട് എൻ്റെ വസ്തുവിനകത്ത് തന്നെ വെച്ച് തന്നു. അവിടെ ഒരു കുഞ്ഞ് റേഡിയോ മേടിച്ചുകൊണ്ട് വന്നു. അവിടെ ഇരുന്ന് ആത്മീയയാത്ര പ്രക്ഷേപണം എന്ന ഹാലേലൂയ യേശുവിന്റെ വചനം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 3 വർഷം ഭവനത്തിൽ നിന്ന് രഹസ്യമായി യേശുവിനെ ആരാധിച്ചു. ഒരിടത്തും എന്റെ രക്ഷയ്ക്കായി ഓടുന്നില്ല. അപ്പോൾ എന്റെ ഭർത്താവ് തന്നെ ജോലിക്ക് പോകുന്നിടത്തെല്ലാം പറഞ്ഞു, എന്റെ ഇന്ദിര ഇപ്പൊ എങ്ങും വേറെ ഒരു രക്ഷയ്ക്കായോ നേർച്ചയ്ക്കായോ കാഴ്ചയ്ക്കായോ പോകുന്നില്ല. അവളിപ്പോ ബൈബിളാണ് വായിക്കുന്നത്, അല്ലെ അവൾ യേശുവിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അനേക ഭവനങ്ങളിൽ നിന്ന് ബൈബിളുകൾ എന്റെ ഭവനത്തിലേക്ക് കൊടുത്തയച്ചു. അങ്ങനെ വായിച്ചു. 1994 മാർച്ച് 2-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം എനിക്ക് മറക്കാനാവാത്ത, എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അപ്പോൾ ആ KP ഇപ്പോൾ അവസാനം പല രീതിയിലൊക്കെ ആയി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വചനത്തിലൂടെ അനേക ജീവിതങ്ങൾ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ അറിയുവാൻ ഇടയായിട്ടുണ്ടെന്ന് എന്റെ സാക്ഷ്യം കൊണ്ട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമക്കൾ കൂടുന്നിടത്തേക്ക് പോയി നിങ്ങൾ രക്ഷിച്ച വിധങ്ങളെ കുറിച്ച് അവരുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറയും. നമുക്കറിയത്തില്ല. എന്നാൽ അടുത്തൊരു മർത്തോമാ സഭയിലാണ് ഒരു കൂട്ടായ്മ നടന്നപ്പോൾ ട്രംപിന്റെ ശബ്ദമടിച്ചപ്പോൾ മൈക്കിലൂടെ കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഓടി ആ കൂട്ടായ്മയിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് കേട്ട വചനമാണ് ഹല്ലേലൂയ സ്തോത്രം, സങ്കീർത്തനം 4-ന്റെ ഹല്ലേലൂയ സ്തോത്രം 7-8 വചനങ്ങൾ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം. ഇത് നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇന്ന് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കിയതെന്ന് പറയുന്ന ആ വചനം വെച്ച് അച്ഛൻ പ്രസംഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ സാക്ഷ്യത്തിന്റെ ദിവസമാണ്. സാക്ഷി എന്തെന്നറിയത്തില്ല, തലയിൽ തുണിയിടണമെന്ന് അറിയത്തില്ല, ക്രിസ്തീയ കൂട്ടായ്മ എന്തെന്ന് അറിയത്തില്ല. ആദ്യമായി ഒരു കൂട്ടായ്മ കൂടുക. അപ്പോൾ ഓരോരുത്തരുടെയും സാക്ഷ്യം പറയുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ പറയുന്നതിനെക്കാട്ടും എത്ര അത്ഭുതമാണ് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തെ. ഒരു നേരത്തെ ഉറക്കമാ, മനുഷ്യന് ഉറക്കമില്ലെങ്കിൽ എന്താ ഭ്രാന്താവസ്ഥയാകുന്നത്. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുറക്കുവാൻ ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ വചനത്തിൽ യേശുവിന്റെ സ്നേഹം എന്റെ കുടുംബത്തെ മാടി വിളിച്ചത് കൊണ്ട് പിറ്റേ വർഷം ഞങ്ങൾ 4 പേര് ഒരേ സ്റ്റേജിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഇതാണ് ഞാൻ യേശുവിനെ കാണുവാനുള്ള മുഖാന്തരം എന്ന് പറയുന്നത്. എന്റെ ജീവിത സാഹചര്യം കൈപ്പേറിയ വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചു. എന്നെ രക്ഷിക്കുവാൻ ഒരു രാഷ്ട്രീയത്തിനോ ഞാൻ വിളിച്ചപേക്ഷിച്ച ഹല്ലേലൂയ എന്റെ വിശ്വാസത്തിനോ ഞാൻ വിശ്വസിച്ച എന്റെ ഒരിസത്തിന് കഴിഞ്ഞില്ല, രാഷ്ട്രീയത്തിന് കഴിഞ്ഞില്ല, ബന്ധുബലത്തിന് കഴിഞ്ഞില്ല, ഉപദ്രവത്തിന് കഴിഞ്ഞില്ല, കേസിന് കഴിഞ്ഞില്ല, കോടതിക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്റെ യേശു ഇറങ്ങി വന്നപ്പോൾ എന്റെ പ്രശ്നങ്ങൾക്ക് ഇടപെടുവാൻ കാറ്റിനെയും കോളിനെയും അതിനെ ശാന്തമാക്കി എന്റെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി തീർത്തതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ തക്കവണ്ണം യേശുവിനെ കണ്ടുമുട്ടുവാൻ സ്വർഗമിടയാക്കി. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, 4 വർഷം മാത്രമാണ് ഞാൻ മർത്തോമാ സഭയിൽ നിന്നത്. അവിടുന്ന് കേട്ട വചനം കൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള ഒരു വചനം എന്നെ സ്പർശിച്ചു. അത് മാത്രമല്ല, യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ ഗലീലയിൽ നിന്ന് യോർദാനിൽ വന്ന് സ്നാപയോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ ഇറങ്ങി വരികയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവര് ചെവി കൊടുപ്പേൻ എന്നുള്ള ഹല്ലേലൂയ ശബ്ദവും കേട്ടു എന്ന് ഞാൻ വായിപ്പാനായിട്ട് ഇടയായപ്പോൾ ഇവിടെ നിന്നാൽ പറ്റത്തില്ല. കർത്താവിന്റെ കൽപ്പനകളും ഉപദേശങ്ങളും അതിന് പ്രകാരം സ്വീകരിച്ചേ മതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പള്ളിയിൽ അച്ഛന്മാരോട് ഞാൻ വിട പറഞ്ഞ് 2000-ൽ കൊട്ടാരക്കര ബെർശേബ IPC ദൈവസഭയിൽ അന്നത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്ന ഡാനിയൽ പാസ്റ്ററിന്റെ കീഴിൽ ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ മോനും എന്റെ മോളും 2 മർത്തോമാ സഭയിൽ നിന്നിരുന്ന 2 വിശ്വാസികൾ, ഞങ്ങൾ 6 പേരായിട്ട് സ്നാനപ്പെട്ട് ജലത്തിൽ കർത്താവിനെ സ്നാനപ്പെട്ട് സ്വീകരിപ്പാൻ
ഇടയായി തീർന്നു. അങ്ങനെ അന്ന് മുതൽ ഇതുവരെയും പിന്നെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാനും അനേകരെ നീതിയിലേക്ക് നയിക്കുവാനും അനേകരോട് സുവിശേഷം പറഞ്ഞ് അനേക പ്രിയപ്പെട്ടവരെ നേടുവാനും കഷ്ടത്തിലിരിക്കെ, പ്രയാസത്തിലിരിക്കെ, വേദനയിലിരിക്കെ, ഇതുപോലെ ആത്മഹത്യ പ്രവണതയിലിരിക്കുകയും കടബാധയിൽ ഭാരപ്പെടുന്നു, രോഗത്തിൽ ഏർപ്പെടുന്നു, എവിടെ ചെന്നാൽ ഒരു ആശ്വാസം എന്ന ആശ്വാസം പറ്റിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ എന്റെ സാക്ഷ്യങ്ങൾ മുഖാന്തരം ജീവിതത്തിലേക്ക് കരം പിടിച്ച് കയറ്റുവാൻ എനിക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ദൈവം അതിന് സാവകാശം തന്നതോർത്ത് ഇന്ന് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇതാണ് ഞാൻ യേശുവിനെ അറിയുവാനുള്ള മുഖാന്തരം. ഹല്ലേലൂയ സ്തോത്രം. അന്ന് മുതൽ ഇന്നുവരെയും ഹല്ലേലൂയ അന്ന് രാത്രി 2 മാർച്ച് 3-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം 2-ാം തീയതി രാത്രി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ദൈവദാസൻ പ്രസംഗിച്ച പ്രഥമ സഭയാണ് അവിടെ പ്രസംഗിച്ച വചനമാണ് സങ്കീർത്തനം 27:4. അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ ഒരു കാര്യം മാത്രം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ കർത്താവിന്റെ മനോഹാരിത. ഹല്ലേലൂയ സ്തോത്രം. 2005-ലാണ് സ്നാനപ്പെട്ടത്. അതിനുശേഷം ഇപ്പൊ 25 വർഷമായി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ മനോഹാരിതത്തെ കണ്ട് 10,000 അതിസുന്ദരനായ ഹല്ലേലൂയ യേശുവിന്റെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ സാമീപ്യവും സാന്നിധ്യവും ദൈവവചനവും ഹല്ലേലൂയ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ജീവിപ്പിക്കുന്നത് ഓർത്ത് മാത്രമല്ല ഹല്ലേലൂയ അനേകരെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണത്തിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. എന്റെ ഹസ്ബൻഡ് മരിച്ചു, എന്റെ മകൻ 24-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇന്ന് ഏക മകളാണ് എനിക്കുള്ളത്. മകൾ വിവാഹിതയാണ്, ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ കോട്ടയത്ത് താമസിക്കുന്നു. ഞാൻ ഏകയായി ഭവനത്തിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഓപ്പൺ ഇയർ മീറ്റിംഗ്, ഹൗസ് വിസിറ്റിംഗ്, അതുപോലെ ഹോസ്പിറ്റൽ മിനിസ്ട്രി, ഭവന കൂട്ടായ്മ, ചർച്ച് മീറ്റിംഗുകള്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സജീവമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു നിൽക്കുന്നതിലുള്ള സന്തോഷം പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏവരും നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രതികൂലങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. മക്കളെ വിശ്വാസത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. ഈ മകന് എന്തെങ്കിലും പ്രത്യേകാൽ അസുഖങ്ങളോ കാരണങ്ങളോ ഉണ്ടായിട്ടാണോ ലോകത്തൊന്ന് മാറ്റപ്പെട്ടത്? നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് അതുകൂടെ ഒന്ന്. അല്ല, 24 ഞാൻ പറഞ്ഞല്ലോ, 9-ാമത്തെ വയസ്സിൽ ഞാനും എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയതാണ്. എന്നാൽ ആ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. പല മരണ വീടുകളിലും ഒക്കെ പോകുമ്പോൾ കേൾക്കുവാനായിട്ട് ഇടയായ ഒരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും എൻ്റെ പിതാവിലും വിശ്വസിപ്പൻ. ഞാൻ അനേക വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ പോകുന്നു. ഞാൻ വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്നുള്ള ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹൃദ്യമാക്കിയ ഒരു വചനമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ കലങ്ങുമെന്ന്, എൻ്റെ ഹൃദയം കലങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് മുന്നമേ അറിയാവുന്നത് കൊണ്ട് ആ വചനം എനിക്ക് നൽകി. അനേക മരണ വീടുകളിൽ പോയി ഞാൻ ഈ വചനം എടുത്ത് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ 2005 മാർച്ച് 6-ാം തീയതി മകൻ ഒരു സ്ഥലത്ത് ജോലിക്ക് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു, മകൻ ഒരു ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് കടന്നു. ഇതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് വീട് ചതറുവാനായിട്ടൊക്കെ ഭവനത്തിൽ ചില വിഷയങ്ങളുണ്ടായി, മാറി നിൽക്കുവാനായിട്ടൊക്കെ ഇടയായി. കോട്ടയത്ത് പല മഠങ്ങളിലും അനാഥാലയങ്ങളിലും ഒക്കെ ഞാൻ ജോലിക്കൊക്കെ നിൽക്കേണ്ടതായിട്ട് യേശുവിനെ പ്രതി വീട് വിട്ടിറങ്ങേണ്ടതായിട്ടൊക്കെ വന്നു. മോള് കോട്ടയത്ത് പഠിക്കുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി തകർച്ചകൾ, വീട് ജപ്തിയായി, ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോകവേ കുഞ്ഞും ബികോം ഒക്കെ പഠിച്ചു, കമ്പ്യൂട്ടർ പഠിച്ചു, എംകോമിന് പഠിച്ചുകൊണ്ടിരിക്കുക, ട്യൂട്ടോറിയൽ കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയം 6 മാസം ബാംഗ്ലൂരിൽ പോയി പഠിച്ചു. ബാംഗ്ലൂരിൽ പോയി അവിടുത്തെ ഒരു സ്കൂളിൽ അവൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ കുടുംബം ഒന്ന് ചിതറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനും കോട്ടയത്തേക്കൊക്കെ ഒന്ന് മാറി നിൽക്കുക, കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതിനായിട്ട്, വസ്തു വീണ്ടെടുക്കേണ്ടതിനായിട്ടൊക്കെ ഒന്നും അറിയാത്ത ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്കൊക്കെ പോകേണ്ടതായിട്ടൊക്കെ അവസ്ഥ വന്നു. അപ്പോഴും എൻ്റെ കുഞ്ഞ് നാട്ടിൽ വന്നു. അവനൊരു ജോലി മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൂത്താട്ടുകുളം എന്ന സ്ഥലത്തേക്ക് ചില വ്യക്തികൾ കൊണ്ടുപോയി.
അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു സമയത്ത് ഒരു ഈസ്റ്ററോടുള്ള ബന്ധത്തിൽ നാട്ടിൽ ഒന്ന് പേടിച്ചാണ്, ഹസ്ബൻഡിനെ പേടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ അപ്പോഴത്തേനൊക്കെ ചില വിഷയങ്ങളൊക്കെ ഭവനത്തിൽ വീണ്ടും ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്താണ് ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങള് കൂത്താട്ടുകുളത്തേട്ട് പോകുന്ന വഴിയിൽ വെച്ച് വണ്ടിയിലിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, കൂത്താട്ടുകുളത്തേക്കല്ല ആലപ്പുഴയിലേക്ക് വാഹനം പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ആലപ്പുഴ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താണ് എൻ്റെ മകന് സംഭവിച്ചത്? ആക്സിഡന്റ് ആണെങ്കിൽ ചെറിയ ഹോസ്പിറ്റലിൽ എങ്ങനെ ആയിരിക്കുമല്ലോ, ഇത് സീരിയസ് ആണെങ്കിൽ കോട്ടയത്താണല്ലോ വരേണ്ടത്, മോളും അവിടെ പഠിക്കുവാണല്ലോ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ SME കോളേജിലാണ് മോൾക്ക് ഫിസിയോതെറാപ്പി പഠിക്കാനാണ് അഡ്മിഷൻ കിട്ടുക, അവിടെയാണ് മോൾ പഠിച്ചിറങ്ങിയത്, കുഞ്ഞു അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, പ്രമോദ് എന്നാ മോന്റെ പേര്, പ്രമോദിനെ 3 ദിവസം കൊണ്ട് കാണുന്നില്ല, ഇപ്പോൾ ഒരു ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു, അതെന്റെ മകനാണോ എന്നറിയാൻ കൺഫേം ചെയ്യാൻ ഭവനത്തിൽ നിന്നും പ്രിയപ്പെട്ടവർ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ ചെന്ന ബോഡിയൊക്കെ കണ്ടു. ലാസർ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ 24 വയസ്സുള്ള ഒരു യൗവനക്കാരൻ എൻ്റെ അഴുകിയ ബോഡിയുടെ ദുർഗന്ധം ആണ് എൻ്റെ മൂക്കിൽ അലച്ചു കയറിയത്. അവസാനം പോലീസ് സാറ് SI എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയുടെ മോനാണോ എന്ന് നോക്കാൻ പറഞ്ഞു. ആംബുലൻസിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അങ്ങനെ 6, 7, 8 ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞല്ലാന്ന് പറഞ്ഞാൽ അലഞ്ഞു നടന്നു. പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ വെച്ച് കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാർച്ച് 8-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ബോഡിയാണതെന്ന് ഞാൻ സമ്മതിച്ചു, അത് ഏറ്റെടുത്തു. എന്നാൽ അതിൻ്റെ പുറകിലും ചില കെണികൾ ഒരുക്കിയത് കൊണ്ട് എന്റെ കുഞ്ഞ് ദൈവരാജ്യത്ത് അവന്റെ ആത്മാവ് നിത്യതയിൽ എത്തിയിട്ടുണ്ട്. അവൻ എവിടെങ്കിലും ഒരു അടക്കം മതി. ഒരു മന്ത്രവാദം ചെയ്ത് അവന്റെ വെള്ളത്തിൽ വീണ ബോഡി ആത്മാവ് ഊടാടി നടക്കും എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തി എൻ്റെ ആൾക്കാരൊക്കെ ഇവിടുന്ന് വന്നിട്ട്, അപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്ത ഒരു പൈതലല്ലേ, എൻ്റെ കുഞ്ഞിന്റെ ആത്മാവ് നിന്റെ അടുത്ത് വന്നിട്ടില്ലേ? എൻ്റെ ഞാൻ ശേഖരിച്ചു വരുന്ന ദൈവത്തെ നിന്ദിക്കാനാണ് ചെയ്ത്, ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ 24 അസംഖ്യത്തിന് തന്നിട്ടൊരു ഭൂമി അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാ, ഹോദല്ലോ അതിന്റെ നിവാസികളെ ഹോവയ്ക്കുള്ളതല്ല, അവൻ്റെ ഒരു അടക്കം മാത്രം മതി. 6 അടി മണ്ണിന്റെ അവകാശിയാണ് അവൻ. എവിടെ വെച്ചാലും ദാനിയേലിലൂടെ പറഞ്ഞു, ദാനിയേലേ നീ ഇപ്പോൾ പൊയ്ക്കൊള്ളുക, ഹല്ലേലൂയ സ്തോത്രം, കാലാന്ത്യത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പൻ എഴുന്നേറ്റ് വരുമെന്നുള്ള വചനം എന്നെ ബലപ്പെടുത്തിയപ്പോൾ ഞാൻ ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, ഈ ബോഡി ഞാൻ കൊണ്ടുപോകത്തില്ല, ഇവിടെ ഒരു അടക്കം വേണമെന്ന് പറഞ്ഞങ്ങനെ ആലപ്പുഴ നഗരസഭയുടെ ശ്മശാനത്തിൽ എൻ്റെ 24 വയസ്സുള്ള മകനെ അടക്കിയിട്ട് പോരുന്ന ഒരു ബന്ധക്കൂസുകാരും വന്നില്ല, ആരും വന്നില്ല. കാരണം ചില വ്യക്തികളെ പേടിച്ചിട്ടാണെന്ന് അവർ പറയുന്നു. മരണ വീട്ടിൽ പോലും ആരും വന്നില്ല. ആളുകൾ വന്നു, പ്രാർത്ഥിക്കാനൊന്നും ആരും വന്നില്ല. സജീവമായിട്ട് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ടുപോയിട്ടും എല്ലാവരും ഭയന്നിട്ട്, ആരെയാ ഭയന്നതെന്ന് എനിക്കറിയത്തില്ല, ആരെയൊക്കെയാണെന്ന് അവർ പറയുന്നു, ആരും വന്നിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ 3 പിടി മണ്ണ് വാരി എൻ്റെ കുഞ്ഞിൻ്റെ പുറത്തിട്ടിട്ട് അവരെ പ്രാർത്ഥിച്ച് അടക്കിയിട്ട് പറഞ്ഞു, മോൻ ഇപ്പോൾ പൊയ്ക്കോ, അമ്മ വേല പൂർത്തിയാക്കി ഞാനും അങ്ങ് വരാം, അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോരുവാനായിട്ടിടയായി തീർന്നു. ഇതാണ് മോന്റെ മരണം. ഹസ്ബൻഡ് ഇപ്പൊ 2018 മരിച്ചത്. അതും ഒരു ദുരൂഹ മരണമായിരുന്നു. എൻ്റെ ഭവനത്തിൽ നടന്നത് 2ഉം ദുരൂഹ മരണമാണ്. അപ്പോൾ ഇതിൽ ചില പ്രതികൂലങ്ങളുണ്ട്. ഇപ്പോൾ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന ഞാനും എനിക്ക് ചില പ്രതികൂലങ്ങളുണ്ട്. എന്നെ കൊല്ലുവാൻ ഒരു മദ്യപാനിയെ ഭവനത്തിൽ വെച്ചു, എൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ വലിച്ചിറക്കി മുറ്റത്തിട്ട് നട്ടാപ്പകൽ എന്നെ കൊല്ലുവാനൊക്കെ ഒന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അതാ മുമ്പേ പറഞ്ഞു, മരണത്തിൽ നിന്നുള്ള നീക്കുമൊക്കെ യഹോവയ്ക്കുള്ളത്. അപ്പോൾ കർത്താവിനോട് ഞാൻ പറയും, അപ്പോസ്തലപ്രവൃത്തി 20-ാം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം, അനേകരെ നീതിയിലേക്ക് നയിക്കണം, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഈ അവസ്ഥ ആർക്കെങ്കിലും വന്ന് വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതേ. യേശുവിലും പിതാവിലും വിശ്വസിച്ചാൽ ഹല്ലേലൂയ, കർത്താവ് അനേക വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ആ വാസസ്ഥലം ഒരുക്കിയിട്ട് വരുമ്പോൾ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തും. നമ്മുടെ മരണമാണെങ്കിലും അല്ലെങ്കിൽ കർത്താവിന്റെ വരവാണെങ്കിലും കർത്താവിനോടൊപ്പമുള്ള വാസം സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞ് ദൈവരാജ്യത്തിലുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ദൈവരാജ്യത്തിലുണ്ട്,
ഞാനും ഒരിക്കൽ അങ്ങോട്ട് പോകും, എൻ്റെ കർത്താവിനെയും കാണും, എൻ്റെ പ്രിയപ്പെട്ടവരെയും ദൂതതുല്യരായി അവിടെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ, സന്തോഷത്തോടെ എൻ്റെ കർത്താവിന്റെ വേലയിൽ ഞാൻ മുതിർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രത്യാശ വർദ്ധിക്കട്ടെ. കഷ്ടങ്ങളിലും പ്രസവിച്ച ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് ധൈര്യപ്പെടും. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പൗലോസ് പറയുന്നു, ഫിലിപ്പിയർ 1:21, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമോ. കാരണം എന്തെന്നറിയാമോ? 3:20 പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ ഒന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിന് മരണത്തിലും പ്രത്യാശയുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വാഴ്ചകളെ അധികാരങ്ങളെ കാൽവറി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് പരസ്യക്കോലമാക്കിയ യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി ഏത് കഷ്ടങ്ങൾ സഹിക്കുവാൻ എന്നെ ശക്തരാക്കുന്നു. എന്നെ ശക്തരാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഏത് കഷ്ടതയിലൂടെ കടന്നു പോകുവാനും കർത്താവിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചു? അവന്റെ ഉപനിധിയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു? അവൻ എൻ്റെ ഉപനിധിയാണ്. എന്നെ അന്ത്യം വരെയും എന്നെ കാക്കുവാൻ ശക്തനെ നണ്ടിക്കൊണ്ട് എൻ്റെ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട ഏവരും ഏതെങ്കിലും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനത്താൽ, ഈ സാക്ഷ്യത്താൽ നിങ്ങൾ ബലപ്പെടണമേ എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായൊരു സാക്ഷ്യം. ആമേൻ. നമ്മൾ പറയും സിനിമകൾ മനുഷ്യൻ കണ്ടിട്ടേ ഉള്ളൂ. ഇത് സിനിമ കഥയെ വെല്ലുന്ന ഒരു ജീവിത സാക്ഷ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പ്രശ്നങ്ങളെ നാം കാണുന്നവരാ, കേൾക്കുന്നവരാ. പക്ഷെ അതിനെ അഭിമുഖീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നമ്മുടെ വിൽ പവർ കൊണ്ട് സാധിക്കുമെന്ന്. എന്നാൽ ഒരിക്കലും അത് സാധ്യമല്ല. കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എത്രയോ ശാരീരിക പീഡനങ്ങൾ, എത്രയോ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരു മാനസിക രോഗിയായി തീരാവുന്ന സാഹചര്യങ്ങൾ, ശാരീരികമായി തളർന്നു കിടക്കേണ്ട സാഹചര്യങ്ങൾ, ആമേൻ, സ്വയം ആത്മഹത്യ ചെയ്യേണ്ട സന്ദർഭങ്ങൾ. ആമേൻ, ഇത് കേട്ടിരുന്ന എൻ്റെ ഹൃദയം ആമേൻ വല്ലാതെ വേദനിച്ചു. ആമേൻ, എത്ര അനുഭവങ്ങൾ. പലപ്പോഴും ഞാൻ ചിന്തിക്കും, എൻ്റെ വിഷയമായിരിക്കും, എൻ്റെ സാക്ഷ്യമായിരിക്കും, എൻ്റെ ജീവിതത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ ഓരോരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കും, ആമേൻ, എന്നേക്കാൾ അതിഭയങ്കരമായ നിലയിൽ ഓരോരുത്തർക്കും ആമേൻ ദൈവം സാക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും ആമേൻ കർത്താവിലേക്ക് അനേകരെ അടുപ്പിക്കേണ്ടതിനാണ്. ആമേൻ, ഞാൻ കഷ്ടതയിലായത് ഏറെ ഗുണമായി എന്ന് ആമേൻ കർത്താവിന്റെ ദാസിക്ക് ഈ ദിവസങ്ങളിൽ പറയുവാൻ ഇടയാകും. പലപ്പോഴും ജീവിതത്തിന്റെ കയ്പ് നീരിന്റെ അനുഭവങ്ങൾ, കയ്പിന്റെ അനുഭവങ്ങൾ, വേദനകളായിട്ട് ആ കയ്പ് നീർത്തുള്ളികൾ കുടിക്കുമ്പോഴും ആമേൻ കർത്താവിനെ തള്ളിപ്പറയാതെ, ആമേൻ യാതൊരു വിധത്തിലും മറ്റുള്ളവർക്കൊരു ഭാരമുണ്ടാക്കാതെ നയിച്ച ഒരു ജീവിതം. ഹല്ലേലൂയ. ആമേൻ, കർത്താവിന്റെ ദാസിക്ക് ഏറെ പ്രതിഫലം സ്വർഗം നൽകിത്തരും. മാത്രമല്ല ആമേൻ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത ആമേൻ പ്രത്യാശയും ഉളവാക്കിക്കൊണ്ട് ആമേൻ ഈ ദിവസങ്ങളിൽ തന്റെ കുടുംബത്തെ നേടുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കി. അതുകൊണ്ടാണ് ഈ പ്രത്യാശയാണ് കർത്താവിന്റെ ദാസിയിൽ ആമേൻ നിലനിൽപ്പ്. തന്റെ ഭർത്താവ് തന്നെ ഭാരപ്പെടുത്തിയെങ്കിലും പകയോ വിദ്വേഷമോ കൂടാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൂട്ടി വരുത്തുവാൻ ആമേൻ അതേ സ്ത്രീകളുടെ നല്ല നടപ്പ് കണ്ട് അവരുടെ ഭർത്താക്കന്മാർ വിശ്വാസത്തിൽ വരട്ടെ എന്നുള്ള വാചകം ആമേൻ തന്റെ ദാസിയുടെ ജീവിതത്തിൽ അന്വർത്ഥമായതോർത്തിയാൻ സ്തോത്രം ചെയ്യുന്ന ഇത് അനേക സഹോദരിമാർക്ക് ആമേൻ ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ആമേൻ 24 വയസ്സുകാരനായ തൻ്റെ യൗവനക്കാരനായ മകനെ തൻ്റെ കൈകൊണ്ട് തന്നെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ആമേൻ സാക്ഷ്യം ഒരു മാതാവിനും സഹിക്കാൻ കഴിയാത്തത്. ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അപ്പോൾ പ്രാർത്ഥനക്കാർ, ജീവിതത്തിൽ ആരൊക്കെ സഹായത്തിനായി എത്തണമോ എല്ലാവരും മാറി നിന്നപ്പോൾ മാറാത്ത കർത്താവ് തന്റെ ദാസിക്ക് ധൈര്യം കൊടുത്ത് ആമേൻ നിലയായി നിർത്തി. ഹല്ലേലൂയ. തന്റെ ദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ അനുനിമിഷ ദൈവ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. കർത്തദാസിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പ്രേക്ഷകരെ, കർത്താവിന്റെ ദാസിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളണം. കർത്തദാസിയുടെ തുടർന്നുള്ള വേലകൾ ഈ ഭൂപരപ്പിൽ അനേകർക്ക് ആശ്വാസവും ആമേൻ ഒരു വിടുതലുമായി മാറട്ടെ. ആമേൻ, ഒരു നിമിഷം നമുക്ക് ഒത്തുചേർന്ന് കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ,
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്രയോ പങ്കപ്പാടുകൾ അനുഭവിച്ചു. അങ്ങ് ഞങ്ങളെ കാലാകാലങ്ങളിൽ വിളിച്ചു വേർതിരിച്ചു. നായർ തറവാട്ടിൽ നിന്നും കർത്താവേ, അപ്പാ, വിളിച്ചു വേർതിരിച്ചു. വീട്ടുകാരും ഉറ്റ ബന്ധങ്ങൾ, സ്വന്തം മാതാവ് പോലും ത്യജിച്ച സ്ഥാനത്തും ഇന്നും ഭീഷണിയുടെ മുൻപിൽ നിൽക്കുമ്പോഴും മുൾമുനയിൽ നിർത്തിയവർക്ക് മുൻപിൽ ആണു വിട പുറകോട്ട് പതറാതെ വിശ്വാസ പാന്താവിൽ നിലനിൽക്കുവാൻ എന്റെ സ്വർഗം കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ, പിന്നെയും അങ്ങയുടെ അഭിഷിക്തിയെ ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആമേൻ. ഇന്ന് സമയകാലം, ഈ രാത്രി വേളയെങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും ഒരാശ്വാസമായി ഭവിക്കേണ്ടതിന് കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയും ഭൂമണ്ഡലവും അതിലെ നിവാസികളും അങ്ങേക്കുള്ളതാ. വചനത്തിന്റെ ആമേൻ ശക്തിയാൽ അങ്ങയുടെ ദാസിക്ക് നിലനിൽക്കുവാൻ സഹായിച്ചല്ലോ. തുടർന്നും അവിടുത്തെ സന്നിധിയിൽ എത്തപ്പെടും വരെയും ധൈര്യമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. കണ്ടാല് ലോകാവസാനത്തോളം കൂടെ ഇരിക്കാവുന്ന വാക്ക് പറഞ്ഞ കർത്താവ് തന്റെ ദാസിയുടെ ഓരോ യാത്രാവേളകളിലും, തന്റെ പ്രതികൂല ഘട്ടത്തിലും, തന്റെ പ്രയാസത്തിലും കർത്താവെ കൈത്താങ്ങൽ നൽകിയവരും മാറിയപ്പോഴും മാറാത്തവനായി, മറക്കാത്തവനായി അവിടുന്ന് കൂടെ ഇരുന്നു. സഹനശക്തി കൊടുത്തു, ധൈര്യം കൊടുത്തു, ഉറപ്പുള്ളവളാക്കി നിലനിർത്തിയല്ലോ. തുടർന്നും കർത്താവെ ഇത്രത്തോളം നടത്തി, തുടർന്ന് നടത്തുവാൻ അവിടുന്ന് ശക്തനായിരിക്കാൻ സ്തോത്രം. ഈ സാക്ഷ്യം ആമേൻ ചില ഹൃദയങ്ങളെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ആമേൻ ചില ഹൃദയങ്ങൾക്കൊരാശ്വാസമായി മാറുവാനിടയാക്കണം. തന്റെ ദാസിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മോളെ, കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവനാമം അങ്ങയുടെ ദാസിയിലൂടെ പിന്നെയും മഹിമപ്പെടുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. സകലവും പുത്രനാമേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിതമേറിയ നിമിഷം ആമേൻ. നെറ്റിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് തന്റെ ദാസിയെ ഇത്രത്തോളം ആമേൻ സാക്ഷിക്കുവാൻ സഹായിച്ചല്ലോ. കർത്തദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രോബ്ലവും മാറ്റി സാക്ഷ്യം തീരുവോളം കർത്താവിന്റെ കൃപ കൂടെയിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.